ഞാൻ വീട്ടിൽ തന്നെ മാങ്ങയെല്ലാം നീന്നമ്മ പറയാ അമ്മേ ഞാൻ നമുക്ക് പറയാൻ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ ഞാൻ ആദ്യമായിട്ടാണ് ഗുരുദ്വാരയിൽ വരുന്നത്. അപ്പോൾ ഗുരുദ്വാരയിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഗുരുദ്വാരയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ. ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 5 വർഷമായിട്ടും ഞങ്ങൾ പോകാത്തൊരു സ്ഥലം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഗുരുദ്വാരയിലാണ്. മണിക്കുട്ടിയുടെ സ്കൂളിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. ഡെയിലി പോകുമ്പോഴും വരുമ്പോഴും കാണുവാണെങ്കിലും നമ്മൾ പറയാറില്ലേ നമ്മളെ വിളിക്കണം അങ്ങോട്ട് നിന്ന്. അപ്പോൾ ഇതൊരു സത്യമുള്ള കാര്യമാണ്. ഇത്രയായിട്ട് എല്ലാവരും പോയി, അച്ഛനും മക്കളും ഒക്കെ പോയി, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞങ്ങൾ ടൗണിലൊന്ന് സാധനമൊക്കെ വാങ്ങാൻ പോയ സമയത്ത്, സാധനമല്ല ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പോകുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലം വരെ പോവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ ഗുരുദ്വാരയുടെ മുമ്പിൽ പോകുമ്പോഴേ ചേട്ടനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ വരുന്നില്ലേ, ഇന്നിവിടെ പ്രോഗ്രാമാണെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന പിന്നെ ആയിക്കോട്ടെ, ഞാൻ ഇതുവരെ പോയിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും പോവുകയാണ്. വല്ലാത്തൊരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷേ, കാണാനും ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. പിന്നെ മാർബിളൊക്കെ ഇങ്ങനെ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടല്ലേ. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലെത്തി. പിന്നെയെന്ന് വെച്ചാൽ എല്ലാം സിഖ് മതക്കാരും വ്യത്യസ്ത മതക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട്, ഗുരു നാനാക്കിൻ്റെ ഒരു ശവകുടീരാണ് എന്നാണ് ഞാൻ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായത്. എനിക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി വരികയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭക്ഷണം എന്ന് വെച്ചാൽ ഒരു 10-12,000 ആൾക്കാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തടുത്ത സ്ഥലങ്ങൾ ഇവർ ഇതുപോലെ കാർപ്പറ്റൊക്കെ ഇട്ടുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ പോകുന്ന വഴിയിൽ സർബത്താണ്, അടിപൊളി കിടിലം സർബത്തെ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു വേണേൽ കുടിച്ചോന്നേ, പിന്നെ കിട്ടത്തില്ല എന്ന്. പക്ഷെ ഞാൻ കുടിച്ചപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ പണ്ട് അരുണാചലിലുള്ള സമയത്ത് ഇതുപോലെ പോയ സമയത്ത് ഗുരുദ്വാരയിലല്ല, ഞങ്ങൾ പോകുന്ന ഒരു അമ്പലത്തിൽ ഇതുപോലെ സിഖുകാരെന്തോ ഒരു ആഘോഷമുള്ള സമയത്ത് ഇതുപോലെ വെള്ളം വെച്ചായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതുപോലെ കുടിച്ചപ്പോൾ റോസ് വാട്ടറിൻ്റെ ആ ഒരു ഫ്ലേവറായിരുന്നേ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് നല്ലൊരു സർബത്തായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ എന്താ പറയുക, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇവർക്കുള്ള ഒരു എനിക്ക് എന്താ പറയുക ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ ഭക്ഷണം, വെള്ളം, ജ്യൂസ് ഇതൊക്കെ ഇഷ്ടം പോലെ വിതരണം ചെയ്യുക. ഓരോ സൈഡുകളിലായിട്ട് ഇങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുകയാണ്. നമ്മൾ എടുത്ത് എന്താ പറയുക, അത്ര ഒരാൾ 10 ചോദിച്ചാൽ 10 തരുന്നു എന്നുള്ളൊരു രീതിയാണെന്ന്. അപ്പോൾ ഫുഡ് സത്യം പറയാമല്ലോ, നമ്മൾ ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, എന്തോ നമ്മളിതുപോലെ കഴിക്കാത്തത് കൊണ്ടായിരിക്കും എനിക്ക് വലിയൊരു അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. പിന്നെ ഇവിടുത്തെ പല രീതികളുണ്ട്. ചെറിയ രീതിയിൽ ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. ഭക്ഷണമൊക്കെ എന്ന് വെച്ചാൽ ചപ്പാത്തിയൊക്കെ, റൊട്ടി അത് നമ്മൾ കയ്യിലാണ് വാങ്ങുന്നത്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തലയിൽ ഇതുപോലെ തട്ട ഇട്ടിരിക്കണം. തട്ട നിർബന്ധമാണ് കേട്ടോ, മസ്റ്റാണ്. എന്നെ 2 തവണ അവർ പറഞ്ഞു. കാരണം നമുക്കിത് ശീലമില്ല തട്ട ഇട്ടിട്ട്. അപ്പോൾ ഇതിങ്ങനെ സിൽക്കൊക്കെ ആകുമ്പോൾ പാറി പോവുകയല്ലേ. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മാഡം തട്ടമിട്, തലയിൽ തട്ടമിട് എന്ന്. കാരണം അത് ഓരോരോ മതക്കാരുടെ വിശ്വാസമാണല്ലോ. അപ്പോൾ അത് നമ്മൾ അപ്പോൾ ഇന്ന മതക്കാരെ ആ അമ്പലത്തിൽ പോയിക്കൂടാ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഏത് മതക്കാർ പോയി കഴിഞ്ഞാലും തട്ട ഇവിടെ തീരുകയാണ്. നല്ല കാര്യമല്ലേ അത്. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഗുരുദ്വാരയിൽ വരുമ്പോൾ ആൾക്കാർ. നമുക്ക് ഏത് മതമായാലും പോകാം, പക്ഷെ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ അംഗീകരിക്കണം. അങ്ങനെയുള്ളവർ പോയാൽ മതി അല്ലേ. ഇതാണ് കേട്ടോ എൻ്റെ കുഞ്ഞു ഗുരുദ്വാര വിശേഷങ്ങളെ.